മോഹൻലാലിനെ നായകനാക്കി മുരളി ഗോപിയുടെ രചനയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് 2019 പുറത്തിറങ്ങി ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രമായിരുന്നു ലൂസിഫർ. ഇതിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ മലയാള സിനിമയിൽ ഇന്നോളം ഉണ്ടാകാത്ത പ്രീ റിലീസ് ഹൈപ്പോടെ മാർച്ച് 27 തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് എമ്പുരാൻ. ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയ ശേഷം സഹനിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറാൻ തീരുമാനിച്ചതായിരുന്നു ആദ്യ വിവാദം. എന്നാൽ പിന്നീട് ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസ് കൂടി ആശീർവാദിന് ലൈക്കയ്ക്കുമൊപ്പം കൈകോർത്തതോടെ അനിശ്ചിതത്വം നീങ്ങി. മാർച്ച് 21 ബുക്കിംഗ് ആരംഭിച്ചതോടെ ഓൺലൈൻ ടിക്കറ്റുകൾ റെക്കോർഡ് വേഗത്തിൽ വിറ്റുപോയി. പല ബുക്കിംഗ് ആപ്പുകളും സൈറ്റുകളും ഹാങ് ആകുന്ന തരത്തിൽ ബുക്കിംഗ് തിരക്ക് ഉയർന്നതോടെ ഓഫ്ലൈൻ ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുകയും അവിടെയും ടിക്കറ്റുകൾ ചൂടപ്പം പോലെ വിറ്റഴിയുകയും ചെയ്തു. അങ്ങനെ എതിർചേരിയിൽ നിന്നും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഡീഗ്രേഡിംഗ് ശ്രമങ്ങളെ വകവയ്ക്കാതെ പറഞ്ഞ ദിവസം രാവിലെ 6 മണിക്ക് തന്നെ ആഘോഷമായി ചിത്രം തിയേറ്ററുകളിലെത്തി. ആദ്യ ഷോ കഴിഞ്ഞതോടെ സമ്മിശ്ര പ്രതികരണം വന്ന ചിത്രം മാറ്റിനി കഴിഞ്ഞതോടെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. സംഘപരിവാർ ഔദ്യോഗിക ഹാൻഡിലുകൾ പ്രത്യക്ഷമായി ചിത്രത്തിനെതിരെ രംഗത്തു വന്നു. ഇതിനെ പ്രതിരോധിക്കാൻ മറുവശത്ത് തീവ്ര ഇസ്ലാമിക ഇടത് ലിബറൽ കോൺഗ്രസ് എക്കോസിസ്റ്റവും നിലയുറപ്പിച്ചതോടെ മലയാളത്തിന്റെ വിനോദ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിൽ ജനം സാമൂഹിക മാധ്യമങ്ങളിൽ ഇരുചേരികളിലായി തിരിഞ്ഞ് പരസ്പരം പോർവിളിച്ചു. മുൻനിര മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും തങ്ങളാലാവും വിധം എരുതിയിൽ എണ്ണയൊഴിച്ചതോടെ വിവാദം ആളിക്കത്തുകയും ചിത്രത്തിന്റെ കളക്ഷൻ വെറും 48 മണിക്കൂറിനുള്ളിൽ 100 കോടി കടന്ന് മുന്നേറുകയും ചെയ്തു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ മോഹൻലാലിനും അണിയറ പ്രവർത്തകർക്കും പിന്തുണയറിയിച്ച് രംഗത്തു വന്നു. മുഖ്യമന്ത്രി തിയേറ്ററിൽ പോയി ചിത്രം കണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ എതിർചേരിയിൽ നിന്നും വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ശക്തിയാർജിച്ചു. അങ്ങനെ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ രംഗത്തു വരികയും പൃഥ്വിരാജ് ഇത് പിന്തുടരുകയും ചെയ്തു. ചിത്രത്തിലെ വിവാദരംഗങ്ങൾ നീക്കം ചെയ്യണമെന്നും പ്രതിനായക കഥാപാത്രത്തിന്റെ പേര് മാറ്റുമെന്നും അണിയറ പ്രവർത്തകർ തന്നെ അറിയിച്ചതോടെ പിന്തുണച്ചവരും എതിർത്തവരും വീണ്ടും കളം മാറിച്ചവിട്ടി. അതേസമയം ചിത്രം റീസെൻസറിംഗ് ചെയ്യുന്നതിന് മുൻപേ കാണണമെന്ന ആഗ്രഹത്തോടെ പ്രേക്ഷകർ വീണ്ടും കൂട്ടത്തോടെ തിയേറ്ററുകളിലേക്ക് പാഞ്ഞു. റീസെൻസറിംഗ് കഴിഞ്ഞ് വീണ്ടും വരുന്ന എമ്പുരാനെ പ്രേക്ഷകരും വിവാദങ്ങളും എങ്ങനെ സ്വീകരിക്കുമെന്ന ആകാംക്ഷയിലാണ് സിനിമാ ലോകം.